സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവനാണെങ്കിൽ വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട് ഒരു സമാധാനമില്ലാതെ വരുണിൻ്റെ രാധികയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നാൽ രണ്ടാളും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ദേവൻ ടെൻഷനോട് പറയണേ, പക്ഷേ വരുണും രാധികയും രണ്ടുപേരും കോൾ എടുക്കുന്നില്ലല്ലോ. മനസ്സിലാണെങ്കിൽ ഒരു സമാധാനമില്ല. ശ്യാമ മേഡത്തിൻ്റെ കാര്യം എന്തായി കാണും? മേഡത്തെ കണ്ടു കിട്ടിയോ ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരാശ്വാസമായേനെ. അന്നേരം യശോദ പറയണേ, ചിലപ്പോൾ രണ്ടുപേരും ഷമ്മടുത്ത് അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ നടക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്ത. നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. അധികം വൈകാതെ അവർ വിളിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവനെ സമാധാനിപ്പിക്കുകയാണ് യശോദ. ഈ സമയത്തായിരിക്കും അകത്ത് നിന്ന് ടി വിയിൽ വെച്ചിരിക്കുന്ന വാർത്തയിലെ ന്യൂസ് അവർ കേൾക്കുന്നത്. അങ്ങനെ അത് കേട്ട് അവരും അകത്തേക്ക് വന്ന് ടി വി ശ്രദ്ധിക്കുവാണ്. പുന്നമടക്കായലിൽ നിന്നും ശ്യാമയുടെ ഒരു ഷോളും ചെരുപ്പും കിട്ടിയ കാര്യവും പിന്നെ ശ്യാമയുടെ ബോഡിക്ക് വേണ്ടി അവിടെ പോലീസുകാരും മറ്റു സംഘങ്ങളും ചേർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ആ കാര്യങ്ങളെല്ലാം വാർത്തയിലൂടെ കാണുവാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ. ഈ സമയം ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ നെഞ്ചു പൊട്ടി നിൽക്കുവാണ് ദേവനും യശോദയും ഒക്കെ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു എല്ലാവരുടെ അഹങ്കാരത്തിനൊക്കെ ഇപ്പോൾ ഒരു ശമനം കിട്ടിയിട്ടുണ്ടാകുമല്ലോ. ശ്യാമയെ കണ്ട് തുള്ളിയ കുറേ പേരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അവർക്കൊക്കെ ഇപ്പോൾ അടക്കം കിട്ടിക്കാണും അല്ലേ? അത് കേൾക്കുന്നതും യശോദ പറയണേ, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരാൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി നിൽക്കുമ്പോഴും അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? അയ്യടാ, നീ പറയുന്നത് കേട്ടാത്തൊന്നും ആർക്കും ഒരു അപകടം പറ്റില്ലെന്ന്. ഇതുപോലെ ദിവസക്കണക്കിന് എത്രയോ പേര് ഒഴുക്കിലും പെറ്റൊക്കെ മരിച്ചു പോകുന്നു. ഇതിപ്പോൾ ശ്യാമ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ കടലിലേക്ക് എടുത്ത് ചാടിയത്? ഇനിയിപ്പോൾ ആ ശവമെങ്കിലും കടഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുവാട്ടോ മുത്തശ്ശി. അത് കേൾക്കുന്നതും ദേവൻ അങ്ങ് ദേഷ്യം വരണേ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? കടന്നു പോകുന്നുണ്ടോ എൻ്റെ മുമ്പിൽ നിന്ന് എന്നും പറഞ്ഞ് ദേവൻ പൊട്ടിത്തെറിച്ച് പറയുവാണ്. അത് കേട്ട് പ്രിയങ്കയെ സുകുമാരി ഒന്ന് വരണ്ടു പോകുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശി വന്നേ, വാ നമുക്ക് റൂമിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ദേവൻ ചങ്ക് പൊട്ടിക്കൊണ്ട് പറയണേ, എന്താടോ യശോദ ഇതൊക്കെ? നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവർക്കൊന്നും അധികം ആയുസില്ലേ? അവരെയൊന്നും ദൈവങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് അവർക്കെല്ലാവർക്കും ഇങ്ങനെ പറ്റുന്നത്? ശ്യാമ മേഡത്തിന് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ? ആലോചിക്കാൻ കൂടി വയ്യ. നമ്മുടെ മോള് ഇതെങ്ങനെ സഹിക്കും? അന്നേരം യശോദ പറയുന്നുണ്ട്, ദേവേട്ട, ശ്യാമ മേഡത്തിനൊന്നും സംഭവിക്കില്ല. അത്രയും നല്ല മനസ്സല്ലേ ശ്യാമ മേഡത്തിൻ്റേത്. എല്ലാവരും നന്നായിരിക്കണമെന്ന് മാത്രമല്ലേ ആ മേഡം ആഗ്രഹിച്ചിട്ടുള്ളൂ. നമ്മുടെ മോള് എത്ര കാത്തിരുന്നിട്ടാണ് അവൾ അവളുടെ അമ്മയെ തിരിച്ചറിഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ ദൈവങ്ങൾ അവളുടെ അമ്മയെ അവളിൽ നിന്നും അകറ്റുമോ? ഒരിക്കലുമില്ല. ശ്യാമ മേഡത്തിനൊന്നും പറ്റില്ല. മേഡം ഒന്നും പറ്റാതെ തിരികെ വരും. ദൈവമായിട്ട് നോക്കിക്കോ എന്നും പറഞ്ഞ് ദേവനെ ആശ്വസിപ്പിക്കുവാണ്. ഈ സമയം ദേവൻ പറയുന്നുണ്ട്, എന്നാലും ഈ വാർത്തയ്ക്ക് നമ്മുടെ മോൾ എങ്ങനെ സഹിക്കും? അവളിത് എങ്ങനെ താങ്ങും എന്ന് പറഞ്ഞ് ദേവൻ സങ്കടപ്പെടുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ മുത്തശ്ശിയുടെ മടിയിൽ കറങ്ങി തളർന്ന് കിടക്കുവാണ് രാധിക. ഈ സമയം പത്മിനിയും പരമേശ്വരനും വരണം ഒക്കെ അരികിലുണ്ടാവും. അങ്ങനെ രാധികയുടെ അവസ്ഥയൊക്കെ കണ്ട് എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുക. മുത്തശ്ശി പറയണേ, മോൾ എങ്ങനെ ഈ അവസ്ഥയിലാകാതിരിക്കും? എത്രയോ വർഷം കാത്തിരുന്ന് അമ്മയും മോളും ഒന്നിച്ചതാണ്. എന്നിട്ടിപ്പോൾ അവസാനം ഇങ്ങനെയായി പോയില്ലേ? അന്നേരം പരമേശ്വരൻ ചോദിക്കുന്നുണ്ട്, വരണേ, ശ്യാമയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? അവിടെ അന്വേഷണം നടക്കുകയാണെന്നല്ലേ പറഞ്ഞത്? നീ ഒന്ന് വിളിച്ച് ചോദിച്ചേ. ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കാച്ചാ. അങ്ങനെ പറഞ്ഞ വരുൺ ഫോണിൽ സൂര്യനെ വിളിക്കുക. ഏട്ടാ, എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല വരുൺ, ഇവിടെ വരെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അല്ല, അവിടെ രാധികയുടെ കണ്ടീഷൻ എങ്ങനെ? രാധികയുടെ ഒന്നും മിണ്ടുന്നില്ല, കരഞ്ഞു തളർന്നിരിക്കുവാണ്. എടാ, രാധികയുടെ ഈ അവസ്ഥ അധികം വെച്ചുകൊണ്ടിരിക്കണോ? ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചൂടെ? എവിടെ കാണിച്ചിട്ടും കാര്യമില്ല. അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിയണം. എന്നാലേ രാധിക ഒന്ന് നോർമലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ശരി ഏട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കണം. ഞാൻ വിളിക്കാടാ എന്നും പറഞ്ഞ് സൂര്യ ഫോൺ കട്ട് ചെയ്യുവാണ്ടോ. ഈ സമയം രാധിക പെട്ടെന്ന് ചാടി എഴുന്നേക്കുക. എന്നിട്ട് വരുണിനോട് ചോദിക്കണേ, വരുൺ, എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അമ്മ എവിടെയെന്ന് അറിഞ്ഞോ? ഇല്ലടോ, പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കണേ. അന്നേരം രാധികയൊക്കെ അറിഞ്ഞുകൊണ്ട് പറയണേ, ഭഗവാനെ, എൻ്റെ അമ്മയുടെ ഓരോ ശ്വാസത്തിലും നിൻ്റെ പേരുച്ചരിക്കാത്ത ദിവസം പോലും ഇല്ലല്ലോ. എന്നിട്ടും എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? അച്ഛാ, അമ്മ ഇന്ന് എത്ര സന്തോഷത്തിലായിരുന്നെന്നറിയോ? എത്ര സന്തോഷത്തോടെ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നറിയോ? എന്തൊക്കെയായി ഇന്നലെ രാത്രി പറഞ്ഞത്? നമുക്ക് ഇന്ന് രാവിലെ ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്നും ഭഗവാനോട് നന്ദി പറയാമെന്നും ഒക്കെ പറഞ്ഞു. എന്നിട്ടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത്. അച്ഛനറിയോ അച്ഛനെക്കുറിച്ച് അമ്മ എന്താ പറഞ്ഞിരുന്നതെന്ന്? പരമേശ്വരൻ സാറ് അവിടെ രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ആളാ. ഇപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് തല താഴ്ന്നിരിക്കുന്നത് അത് ഒരിക്കലും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് നമ്മളാൽ കഴിയുന്ന വിധം സഹായിക്കണം. അതിനായിട്ട് ദൈവം എനിക്ക് തന്ന അവസരം ഇതെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അതിനുവേണ്ടി അമ്മ ഒത്തിരി കാത്തിരുന്നതാ ഈ രജിസ്ട്രേഷൻ ദിവസം. എത്ര സന്തോഷത്തിലാണെന്നറിയോ അമ്മ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചത്.
ഇന്നലെ എത്ര സന്തോഷത്തിലാണ് അമ്മ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം വാരിത്തരികയും ഒക്കെ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ രാധിക വീണ്ടും സങ്കടപ്പെട്ട് കരയുവാണ്. അങ്ങനെ മുത്തശ്ശിയും പത്മിനിയൊക്കെ കൂടി രാധികയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രാധികയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നീട് അവിടെയെല്ലാം പോലീസുകാരും ആ മുങ്ങൽ വിദഗ്ധരൊക്കെ കൊന്ന് തിരച്ചിൽ നടത്തുന്നതൊക്കെ കാണുന്നത്. ഈ സമയം സൂര്യ മാരുതിയൊക്കെ അവിടെ ടെൻഷനോട് കൂടി നിൽക്കുക. അന്നേരം സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല ആരതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്യാമ മാഡം ജീവൻ അവസാനിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംസാരം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സൂര്യ എന്തൊക്കെയാണ് പറയുന്നത്? ചെറിയമ്മ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ. മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം പൂർത്തിയാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ചെറിയമ്മ. ഇന്നത്തെ രജിസ്ട്രേഷൻ അത് കഴിഞ്ഞാൽ ദുബായിലേക്ക് പോകാനായിരുന്നു ചെറിയമ്മയുടെ പ്ലാൻ. അവിടേക്ക് വരണമെന്ന് വരനോടും രാധികയോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്ര സന്തോഷത്തിലിരിക്കുന്ന ആൾ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇത് ചെറിയമ്മ ആരോ അപായപ്പെടുത്തിയത് തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ്. ഈ സമയം ACPനെ സാംസ്കാരിക മന്ത്രിയേക്ക് വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണങ്ങൾ ഒരു റിസൾട്ട് ഉണ്ടാക്കണമെന്നും ശ്യാമയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു കേട്ടോ അത്. ഈ സമയം ആരതി ACPയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ACP ആരതിക്ക് വാക്ക് കൊടുക്കണേ, നമുക്ക് എന്താണെങ്കിലും അന്വേഷണം നടത്താം. കുറേ നേരമില്ലേ സാർ ഇവിടെ തിരിച്ചിൽ തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. അന്നേരം ACP പറയുന്നുണ്ട്, ഇതേ ഞങ്ങൾ ഈ പുഴയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. കുറച്ച് അടിയൊഴുക്ക് കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ ബോഡികൾ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് കടലിൽ ചെന്നായിരിക്കും അടിയുന്നത്. അതൊക്കെ കേൾക്കുന്നതും ആരതി ഷോക്കാകുക. ആരതി ഓർമ്മ പേടിക്കണ്ട, ഞങ്ങൾ ഇതിൻ്റെ ഒരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വാർത്ത കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ശ്യാമ മേഡത്തിന് ഒന്നും പറ്റില്ലെന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നീട് വീണ്ടും കരഞ്ഞു തളർന്ന മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുന്ന രാധികയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം പത്മിനി രാധികയ്ക്ക് കുടിക്കാനായിട്ട് ജ്യൂസും കൊണ്ടുവരിക. മോളെ എണീറ്റ് ജ്യൂസ് കുടിച്ചേ, കുറേ നേരമില്ലേ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വന്നപ്പോൾ തൊട്ടിങ്ങനെ കരയുന്നതല്ലേ. എനിക്കൊന്നും വേണ്ടമ്മേ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഡേ അമ്മേ, മോളോട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞേ. ഇവിടെ തിരിച്ച് വന്നപ്പോൾ മുതൽ കരച്ചിൽ തുടങ്ങിയതാണ്. മോളെ എന്തെങ്കിലും ഒന്ന് കഴിക്ക്. ദേ അമ്മ കൊണ്ടുവന്നേലേ, മോള് ജ്യൂസ് കുടിക്ക്. ഈ സമയത്തായിരിക്കോട്ടോ കൽപ്പനയും ഉർവശിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, TV-യിൽ വാർത്തയൊന്ന് വെച്ച് നോക്കാം, ശ്യാമയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോന്നറിയാമല്ലോ. ദേ വാർത്തയൊന്നും വെക്കാൻ നിൽക്കണ്ട എന്നാൽ പത്മിനി പറയുക, മോൾക്കത് വിഷമമാകും. അന്നേരം ഉർവശി പറയണേ, വാർത്ത വെച്ചാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അന്നേരം കൽപ്പനയും പറയണേ, അല്ലാതെ പിന്നെ അമ്മയുടെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് രാധികയ്ക്കും അറിയണ്ടേ. ശ്യാമയെ തിരിച്ചു കിട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനേ വാർത്ത വെച്ചാലേ മനസ്സിലാകുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവർ TV ഓൺ ചെയ്യുവാണ്. ഈ സമയം അവിടെ വാർത്തയിൽ ആണെങ്കിൽ ശ്യാമയുടെ ബോഡിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഇതൊരു കൊലപാതക ശ്രമം തന്നെയാകാനാണ് സാധ്യതയെന്നും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഓരോ ചർച്ചകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വാർത്തകളും കൂടി കേൾക്കുന്നതോടെ രാധിക കൂടുതൽ തകർന്നു പോകുവാണ്. രാധിക അവിടെ ഇരുന്ന് പൊട്ടിക്കരയുക. ഈ സമയം TV ഒക്കെ ഓഫാക്കിയിട്ട് ഉർവശി പറയണേ, എന്ത് ചെയ്യാം, ഇനി ഇങ്ങനെ അധികം നേരം വെച്ചുകൊണ്ടിരുന്ന രാധിക മോൾക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും കായലല്ലേ ചാടിയത്, വൈകുന്നേരത്തിനുള്ളിൽ ബോഡി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം രാധിക കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത് മുത്തശ്വരനെ, മോൾ അവർ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ കരയാൻ നിന്നാലോ, അവരുടെ സ്വഭാവം അറിയില്ലേ, എരുതിയിൽ എണ്ണൊഴുകുന്ന ഇനങ്ങളാണ് രണ്ടും. മോളതൊന്നും കാര്യമൊക്കെ മോളുടെ നമുക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞ് രാധികനെ ആശ്വസിപ്പിക്കുവാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയുമാണെങ്കിൽ സന്തോഷം പങ്കിടുക. എൻ്റെ ചെറിയമ്മേ, അവളുടെ അരിപ്പ് കണ്ടില്ലേ, ഇത്രയും നാളും നമുക്ക് മുമ്പിൽ പുലിയെപ്പോലെ ചാടി വീണവളല്ലേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ സന്തോഷമായി ചെറിയമ്മേ. അവൾ കണിമംഗലത്തിൻ്റെ ഉടമയാകാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ. എന്നാൽ എല്ലാ പ്രതീക്ഷയും പോയില്ലേ. ഇത്രയും നാളും അവൾക്ക് നമ്മുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത് തന്നെ അവളുടെ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എന്താണെങ്കിലും ഇന്നത്തോടു കൂടി അവസാനിച്ചു. അതേ കൽപ്പനെ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ദിവസങ്ങളാണ്. നമുക്ക് മുകളിലായിട്ട് കണിമംഗലത്ത് ഇനി ആരും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ACP ശ്യാമയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, അത് വരുണിനെയും സൂര്യനെയും ആരതിനെയൊക്കെ കാണിക്കുവാണ്. ആ ദൃശ്യങ്ങളിൽ ശ്യാമേനെയും അമൃതേനെയും 2-3 ഗുണ്ടകൾ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്നിട്ട് ACP പറയുന്നുണ്ട്, ഈ കാറ് സിറ്റിയിലൂടെ പല സ്ഥലങ്ങളിലൂടെ പോയിട്ടുണ്ട്. അവസാനമായിട്ട് ഈ കാർ വന്നെത്തി നിൽക്കുന്നത് ഈ കായലിൻ്റെ പരിസരത്താണ്. അതിനുശേഷം പിന്നീടുള്ള ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പിന്നെ ഇത് എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചോ ഒന്നും അറിയില്ല. അങ്ങനെ ACPയുടെ ആ വാക്കുകളൊക്കെ കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുന്നു. വരുണിനെയും സൂര്യനെയൊക്കെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് കേട്ടോ. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ദേവനാരായണൻ മുത്തശ്ശിയോടും പ്രിയങ്കയോടും സംസാരിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. ദേവൻ വളരെ സൗമ്യമായിട്ട് മുത്തശ്ശിയോടും പ്രിയങ്കയോടും പറയണേ, അവിടെ കണിമംഗലത്തെ കാര്യങ്ങൾ വളരെ മോശമാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് തന്ന ആ പണം ഈ അവസ്ഥയിൽ അവർക്ക് തിരികെ കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സഹായം തന്നെയായിരിക്കും.
അങ്ങനെ അത് കേൾക്കുന്നതും മുത്തശ്ശിയും പ്രിയങ്കയും പുച്ഛത്തോടു കൂടി ചിരിക്കുവാണ്. മുത്തശ്ശി അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ ദേവ, നീ ഇങ്ങനെ ഒരു മരമണ്ടനായി പോയല്ലോ. ഞങ്ങൾ ആ പണം അവർക്ക് അങ്ങനെ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ എൻ്റെ കൊച്ചിനെയും ഇത്രയും ദ്രോഹിച്ച ആ കുടുംബത്തോട് ഞങ്ങൾ ദേവ് കാണിക്കാനോ? നടന്നത് തന്നെ നീ നോക്കിയിരിക്കത്തേ ഉള്ള ദേവ. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം വരുൺ രാധികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എടോ, താൻ പേടിക്കാതിരിക്കുക, തൻ്റെ അമ്മക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതല്ലേ അവർ അത്രയും തിരച്ചിൽ നടത്തിയിട്ടും ബോഡിയൊന്നും കിട്ടാതെ പോയത്. താൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ തന്നെ തൻ്റെ അമ്മയെ അങ്ങനെ കൈവിട്ട് കളയും തോന്നുന്നുണ്ടോ? അന്നേരം അതൊക്കെ കേട്ടിട്ട് രാധിക പറയണേ, വരുണിനെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും യാഥാർത്ഥ്യം ഒന്നുണ്ടല്ലോ. എന്ത് യാഥാർത്ഥ്യം? തൻ്റെ അമ്മ എങ്ങും പോയിട്ടില്ല, അത് തന്നെ യാഥാർത്ഥ്യം. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടോ വരുൺ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്